വെൽക്കം ടു മല്ലികൈ ഫാക്ട്സ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കോളജി ഫാക്ട്സ് പരിചയപ്പെട്ടാലോ? ഒരു വ്യക്തിക്ക് ഒരു കാര്യം ഡെയിലി ഹാബിറ്റായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മിനിമം 66 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആ പ്രവൃത്തി ചെയ്തിരിക്കണം. അതിനുശേഷം ഇത് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഏറ്റവും കൂടുതൽ കുറ്റബോധം തോന്നുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഇമോഷൻസൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവർ അവരുടെ ചുറ്റുമുള്ളവരെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആയിരിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി 45% വരെ വിടരാറുണ്ട്. നമ്മൾ കരയുന്ന സമയത്ത് സങ്കടത്തിലാണ് കരയുന്നതെങ്കിൽ ആദ്യമായിട്ട് കണ്ണുനീർ പുറത്തേക്ക് വരുന്നത് ഇടത്തെ കണ്ണിൽ നിന്നും ആയിരിക്കും. ഇനി നമ്മൾ സന്തോഷത്തിലാണ് കരയുന്നതെങ്കിൽ ആദ്യമായിട്ട് കണ്ണുനീർ പുറത്തേക്ക് വരുന്നത് വലത്തെ കണ്ണിൽ നിന്നും ആയിരിക്കും. മറ്റാരെങ്കിലും നമുക്ക് ഉണ്ടാക്കി തരുന്ന ഫുഡ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് തോന്നും. ഈവൻ നമ്മൾ സെയിം റെസിപ്പിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അങ്ങനെ ഫീൽ ചെയ്യും. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കേൾക്കുന്നത് ഏകദേശം 5 പോസിറ്റീവ് ചിന്തകളെങ്കിലും ഡാമേജ് ആവാൻ കാരണമാകും. സ്ട്രെസ്സ് നമ്മുടെ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവിനെ ബാധിക്കും. ഇത് തടയാനായിട്ട് ദീർഘശ്വാസം എടുക്കുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നതൊക്കെ ചെയ്തു നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കാൻ ശ്രമിച്ച കാര്യം ഓർമ്മ വരുന്നതായിട്ട് കാണാം. നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ പോലും ചിരിക്കുന്നത് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. കാരണം ഈ ചിരിക്കുന്ന സമയത്ത് ഡോപ്പമിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നിങ്ങളെ കുറച്ചുകൂടി എൻകറേജ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ തലച്ചോറിന് എപ്പോഴും മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്കൊരു വലിയ ടാസ്ക് ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ വർക്കുകളാക്കി മാറ്റുക. ഇനി അത് ഓരോന്നായിട്ട് ചെയ്ത് തീർക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് തീർക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഒരു പോസിറ്റീവ് പുഷ് കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ച് നമ്മൾ സ്വയം വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഓർത്തിരിക്കാനും പഠിക്കാനും കൂടുതൽ എളുപ്പമായിരിക്കും. നീല നിറം നിങ്ങളെ കൂടുതൽ ശാന്തരാക്കാനായിട്ട് സഹായിക്കുന്നു. നീല നിറത്തിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള റൂമിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും. ഓക്കെ ഗൈസ്, ഇനി ഞാൻ നിങ്ങളുടെ മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഈ വീഡിയോയിലെ 10ാമത്തെ ഫാക്റ്റ് എന്തായിരുന്നു? ഓർമ്മയുള്ളവർ കമൻറ്റിലൂടെ പറയൂ. നിങ്ങളുടെ സജഷൻസും സൂചിപ്പിക്കാം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ ഷോർട്സുകൾ കൂടി ചെക്കൗട്ട് ചെയ്യൂ. കൂടുതൽ ഫാക്ട്സുകൾക്കായി മല്ലികൈ ഫാക്ട്സ് ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ.